കുറച്ച് നാളത്തെ കാത്തിരിപ്പിനുള്ളിൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മക്കളെ, തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വണക്കം, നമസ്കാരം. ഇത് ഹേഷേജു ആണ്. അങ്ങനെ കുറച്ച് നാളത്തെ കാത്തിരിപ്പിനുള്ളിൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മക്കളെ, തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അത് വേറെ ആരുമല്ല, നിങ്ങളെപ്പോലെ തന്നെ അത് അറിയാൻ വളരെയധികം ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒരു പ്രവാസിയാണ് ഞാനും. വേറെ ഒന്നും കൊണ്ട് പറയല്ല, ഇന്നലെ വരെ അനുകൂല സാഹചര്യമായിട്ട് പോലും മുഖ്യമന്ത്രികളെ തിരച്ചിൽ തുറന്നുകൊണ്ടേയിരുന്നു. ഇതുവരെയ്ക്കും മുഖ്യമന്ത്രിയെ തിരഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. ഇനി ഇന്ന് കിട്ടുമോ നാളെ കിട്ടുമോ എൻ്റെ കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാവുള്ളൂ. ഞങ്ങളടക്കം ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഇവിടുത്തെ പ്രതികൂല സാഹചര്യത്തിൽ പോലും ഇല്ലാത്ത പൈസ മുടക്കിയിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് നാട്ടിൽ വന്ന് വോട്ട് ചെയ്ത. എന്തിന്? നല്ലൊരു ഭരണ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് മാത്രം, അല്ലേ? ഭരണം മാറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, മുന്നേറ്റത്തിന് വേണ്ടി മാത്രം. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മുഖ്യമന്ത്രിയെ തിരഞ്ഞ് മുങ്ങിത്തപ്പിടുന്നു. മുഖ്യമന്ത്രി ഇതുവരെയും കിട്ടിയിട്ടില്ല. വോട്ടെണ്ണൽ കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസത്തോടൊക്കെ പോകുന്നു. ഇതുവരെയ്ക്ക് ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് പോലും ഡിസിഷൻ എടുക്കാൻ ഈ കോൺഗ്രസ്സുകാർക്ക് പറ്റിയിട്ടില്ല, അല്ലെ പാർട്ടിക്ക് പറ്റിയിട്ടില്ല. ദൈവത്തെ ഓർത്ത് എനിക്ക് വളരെ സങ്കടമായിട്ട് ഒറ്റ കാര്യമേ പറയാവുള്ളൂ. ഈ പിണറായി സഖാവ് 10 വർഷം ഉണ്ടാക്കിയ വെറുപ്പ് നിങ്ങൾ ഈ 5-6 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇതൊരു അപേക്ഷയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കുറച്ച് നാളത്തെ കാത്തിരിപ്പിനുള്ളിൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മക്കളെ, തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വണക്കം, നമസ്കാരം. ഇത് ഹേഷേജു ആണ്. അങ്ങനെ കുറച്ച് നാളത്തെ കാത്തിരിപ്പിനുള്ളിൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മക്കളെ, തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അത് വേറെ ആരുമല്ല, നിങ്ങളെപ്പോലെ തന്നെ അത് അറിയാൻ വളരെയധികം ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒരു പ്രവാസിയാണ് ഞാനും. വേറെ ഒന്നും കൊണ്ട് പറയല്ല, ഇന്നലെ വരെ അനുകൂല സാഹചര്യമായിട്ട് പോലും മുഖ്യമന്ത്രികളെ തിരച്ചിൽ തുറന്നുകൊണ്ടേയിരുന്നു. ഇതുവരെയ്ക്കും മുഖ്യമന്ത്രിയെ തിരഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. ഇനി ഇന്ന് കിട്ടുമോ നാളെ കിട്ടുമോ എൻ്റെ കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാവുള്ളൂ. ഞങ്ങളടക്കം ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഇവിടുത്തെ പ്രതികൂല സാഹചര്യത്തിൽ പോലും ഇല്ലാത്ത പൈസ മുടക്കിയിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് നാട്ടിൽ വന്ന് വോട്ട് ചെയ്ത. എന്തിന്? നല്ലൊരു ഭരണ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് മാത്രം, അല്ലേ? ഭരണം മാറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, മുന്നേറ്റത്തിന് വേണ്ടി മാത്രം. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മുഖ്യമന്ത്രിയെ തിരഞ്ഞ് മുങ്ങിത്തപ്പിടുന്നു. മുഖ്യമന്ത്രി ഇതുവരെയും കിട്ടിയിട്ടില്ല. വോട്ടെണ്ണൽ കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസത്തോടൊക്കെ പോകുന്നു. ഇതുവരെയ്ക്ക് ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് പോലും ഡിസിഷൻ എടുക്കാൻ ഈ കോൺഗ്രസ്സുകാർക്ക് പറ്റിയിട്ടില്ല, അല്ലെ പാർട്ടിക്ക് പറ്റിയിട്ടില്ല. ദൈവത്തെ ഓർത്ത് എനിക്ക് വളരെ സങ്കടമായിട്ട് ഒറ്റ കാര്യമേ പറയാവുള്ളൂ. ഈ പിണറായി സഖാവ് 10 വർഷം ഉണ്ടാക്കിയ വെറുപ്പ് നിങ്ങൾ ഈ 5-6 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇതൊരു അപേക്ഷയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കുറച്ച് നാളത്തെ കാത്തിരിപ്പിനുള്ളിൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ